വൺ ടൈം പോയി. അപ്പം അതിൻ്റെ ഒരു ഇത് ഓടിയതാ, പറയാൻ. 2 ദിവസം മുന്നേ വണ്ടൻ ഉണ്ടായിരുന്നു, നല്ല ഹീറ്റ്സ് നല്ല ടൈമായിട്ട് ചെയ്തതാണ്. പക്ഷേ അത് ഒരു ബെറ്റർ സ്റ്റാർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വാശിക്കാണ് ചെയ്തത്. അത്യാവശ്യം നല്ല ടൈം ചെയ്തിട്ടുണ്ട്. വണ്ടനാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, അതിന് ശേഷം ഫോണിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫസ്റ്റ് റേസാണ്, ആദ്യത്തെ ജൂനിയറാണ്. ഈ ഫ്യൂച്ചർ അത്രത്തിൽ ആവാൻ സാധ്യതയുള്ളതിനാണ്. തന്നെ സന്തോഷമുണ്ടല്ലോ, സന്തോഷം. എന്താണ് പ്രതീക്ഷയായിരുന്നോ ഇങ്ങനെ ഒരു റെക്കോർഡ് നേട്ടം? 53 ഓടുന്നുണ്ട്, 54 വന്നില്ല. ആര് വിഷമമുണ്ട്. 53 ആണോ? അടുത്തൊരു എന്തായാലും 53. അപ്പോൾ ഹഡിൽസിൽ GB രാജയുടെ കുതിപ്പ്. 2 സീനിയർ വിഭാഗങ്ങളിൽ ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ മത്സരങ്ങളിൽ GB രാജ പറഞ്ഞത് കൃത്യമാണ്. അവരുടെ ഒരു ആധിപത്യം നമ്മൾ കാണുകയാണ്. ആദ്യ 2 ഇവന്റുകൾ കഴിയുമ്പോൾ 400 മീറ്ററിലെ ഹഡിൽസിൽ GB രാജയ്ക്ക് തന്നെ സ്വർണം. അതെ, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് 4 ഇവന്റുകളാണ് നടക്കുന്നത്. അതിൽ 6 പേർ GB രാജയുടെ കുട്ടികളാണ്. അപ്പോൾ GB രാജ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, GB രാജ മാത്രമാണ് കുറച്ചെങ്കിലും പ്രകടനം നടത്തുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു GB രാജ ഹഡിൽസിൽ കുറച്ചുകൂടി വലിയ പ്രകടനം ഈ ആരാധകർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ശരിക്കും ഈ കളിക്കാർക്ക്, ഈ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും GB രാജ 400 മീറ്റർ ഹഡിലും വളരെ മികച്ച പ്രകടനം നടക്കുന്നു. സീനിയർ ആൺകുട്ടികളിൽ സ്വർണ്ണം ലഭിക്കുന്നു, ജൂനിയർ ആൺകുട്ടികളിൽ സ്വർണ്ണം ലഭിക്കുന്നു. ഇനി 2 വിഭാഗം കൂടി ബാക്കിയുണ്ട്, അതിലും 3 കുട്ടികൾ ഇവർക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നോക്കി കഴിയുമ്പോൾ ഒരുപക്ഷെ GB രാജ 400 മീറ്റർ ഹഡിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും സീനിയറിലും ജൂനിയറിലും GB രാജ തന്നെ സ്വർണം നേടുന്നു 400 മീറ്റർ ഹഡിൽ മത്സരങ്ങളിൽ. ഓക്കെ, ഞാൻ മുഹമ്മദ് യസീനിലേക്ക് ഒന്ന് പോവാണ്. മാധ്യമം പത്രത്തിന്റെ സ്പോർട്സിലേക്ക് ആണ്. യസീൻ, ഇത് നമ്മൾ പറയായിരുന്നേ GB രാജയുടെ ഒരു ആധിപത്യം. അതെ, GB രാജ ഒരു കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഗെയിംസിലായിരുന്നു നമ്മൾ കൂടുതലായിട്ട് GB രാജയാണ്. ഇത്തവണ അതൊരു അത്ലറ്റിക്സിൽ കൂടുതൽ ഭയങ്കരമായിട്ട് ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വരാത്തതിൽ പോലും അവർ ഭയങ്കരമായിട്ടുള്ളൊരു പെർഫോമൻസ് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് GB രാജയുടെ ഒരു, അതായത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ അത്ലറ്റിക്സിൽ ഭയങ്കര ഐഡിയൽ, നവാമുകുന്ദ, അവരോടൊപ്പം ഇത് നമ്മൾ GB രാജ എന്ന പേര് മാത്രമല്ല നമ്മൾ പറയേണ്ടത്. ഈ മുണ്ടൂർ സ്കൂളായാലും പുല്ലൂരമ്പാറ സ്കൂളായാലും കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു, കോവിഡിന് ശേഷം ഒരു രണ്ടാമത് ഒരു കൂടെ എല്ലാവരും പൊടി തട്ടിയെടുത്ത് ഒന്ന് സെറ്റായിട്ട് വന്നൊരു മീറ്റ് എന്ന് തോന്നുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നേരത്തെ നിതിൻ പറയായിരുന്നു നേരത്തെ സ്പോർട്സ് സ്കൂളുകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ പൊതുവെ മോശമാണ്. അതായത് GB രാജ മാത്രമാണ് അതിലൊരു മുന്നേറ്റം കാണുന്നത്. മറ്റ് പ്രത്യേകിച്ച് സായിയുടെ ഒക്കെ ഒരു ആധിപത്യം. 34 പോയിന്റായി. തിരുവനന്തപുരത്തിന് അത്ലറ്റിക്സിൽ ആകെ കിട്ടിയ പോയിന്റ് 36 മറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 34 പോയിന്റ് GB രാജയ്ക്കും 1 പോയിന്റ് സായി തിരുവനന്തപുരത്തിനാണ്. സായി തിരുവനന്തപുരം പണ്ട് സംസ്ഥാന കായിക മേളകളിൽ വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരുന്നൊരു സ്കൂളാണ്. പക്ഷെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കൊന്ന് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പരിശീലന കുറവോ, അല്ലെങ്കിൽ പരിശീലനത്തിൽ അവർക്ക് ഒരു ഫെസിലിറ്റികൾ കുറവായതുകൊണ്ട് മറ്റുമായിരിക്കും ഇത്തരത്തിലൊരു പ്രകടനം മോശമാകാൻ കാരണം. അല്ലെങ്കിൽ GB രാജ കഴിഞ്ഞ കുറേ വർഷങ്ങളായി താഴേക്ക് പോയിരുന്നൊരു പ്രകടനമായിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെയും കൃത്യമായ ഫണ്ട് ലഭിക്കാത്തതിൻ്റെയും ഒക്കെ ഒരു പരാതികൾ കൃത്യമായി അവർ പറഞ്ഞുകൊണ്ടിരുന്നതുമാണ്. കഴിഞ്ഞ വർഷം അവരുടെ അധ്യാപകൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊരു ചെറിയ ട്രോഫി, എന്തെങ്കിലും ഒരു സ്പോർട്സ് ഹോസ്റ്റലിൽ ഒന്നാമതെത്തിൽ ഒരു ചെറിയ ട്രോഫി ഞങ്ങൾക്ക് തരണമെന്നായിരുന്നു. പക്ഷേ അത് പിന്നീട് വലിയ വിവാദത്തിലേക്ക് കൊണ്ടൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതായാലും GB രാജ മികച്ച പ്രകടനം നടത്തുന്നത് നമുക്ക് സന്തോഷമുണ്ട്. മറ്റ് സ്പോർട്സ് ഹോസ്റ്റലുകളുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് നല്ല സങ്കടവുമുണ്ട്. പ്രത്യേകിച്ച് ഒരു കായിക ആരാധകൻ, അല്ലെങ്കിൽ സ്പോർട്സിനെ ഏറെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് വലിയ സങ്കടമുണ്ട്. മാത്രമല്ല അപ്പോഴാണ് മറ്റ് സ്കൂളുകൾ ഇരച്ചു കയറി വരികയും ചെയ്തത്. പുതിയ സ്കൂളുകളൊക്കെ ഭയങ്കരമായിട്ട് ഇന്നിപ്പോൾ രാവിലെ ഹൈ ജമ്പ് നടന്ന സമയത്ത് ആളൂർ സ്കൂള്, അത് 9 കുട്ടികളായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത്. നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പേരോ പ്രതാപോ ഒക്കെ ആയിട്ടുള്ള ഒരു സ്കൂളൊന്നും അല്ല ആളൂർ സ്കൂൾ എന്ന് പറയുന്നത്. പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് വന്നിട്ട് 9 കുട്ടികളെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ ഡിസ്കസിൽ ഒരു വെള്ളി വരുന്നു. അതുപോലെ ഇതിൽ വെറും 1.5 മാസത്തെ പ്രാക്ടീസ് കൊണ്ട് ഒരു കുട്ടി ഹൈ ജമ്പിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ ഭയങ്കരമായിട്ടുള്ള ടാലന്റുകളെ, പലപ്പോഴും പുതിയ ഒരുപാട് ടാലന്റുകളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളൊരു മീറ്റ്. പിന്നെ ഈ കുത്തകകൾ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ലാന്ന് അതൊരു പലപ്പോഴും നമ്മൾ പണ്ട് പരമ്പരാഗതമായി കേട്ടുവന്നിരുന്ന പേരുകളൊക്കെ അപ്രത്യക്ഷമാകുകയാണ്. അതെ, അത് പിന്നെ നമ്മൾ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ദിവസം മുതൽ മത്സരങ്ങൾ നോക്കുമ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. അതായത് ഭീകരമായൊരു ലീഡോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോ ഫിനിഷിലേക്കാണ് പല മത്സരങ്ങളും പോകുന്നത്. മൈക്രോ സെക്കൻഡിന് ഒരുപാട് 1-2 അല്ല, ഒരുപാട് മത്സരങ്ങൾ മൈക്രോ സെക്കൻഡിന് നഷ്ടപ്പെട്ട നടത്ത മത്സരങ്ങൾ വരെ മൈക്രോ സെക്കൻഡിന് പോകുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ വലിയ വ്യത്യാസമില്ലാതെ നടത്തത്തിൽ അങ്ങനെ സാധാരണ വരാറില്ലല്ലോ. സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്തത്തിൽ ആ കുട്ടിക്ക് റെക്കോർഡ് കിട്ടിയത് 2ാം സ്ഥാനത്തെത്തിയ കുട്ടി അത്രയും മികച്ചൊരു പ്രകടനം ഫൈനലിൽ നടത്തിയതുകൊണ്ട്. കാരണം അവസാനം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് 2
രണ്ടുപേരും ഒരുപോലെ നടന്നു കയറുന്ന ഒരു കാഴ്ച. രണ്ടുപേരും റെക്കോർഡ് ഭേദിച്ചു. അതായത് ഫസ്റ്റ് കിട്ടിയ ആളും സെക്കൻഡ് കിട്ടിയ ആളും റെക്കോർഡ് ഭേദിച്ചിട്ടാണ്, എന്താ മുൻ റെക്കോർഡിനെ ഭേദിച്ചിട്ടാണ് അർത്ഥത്തിൽ.